ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമഗോസ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപേ അനൗൺസ് ചെയ്തതുപോലെ തന്നെ നീറ്റ് 2022 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീറ്റ് ഫിസിക്സിലെ ബേസിക് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് നീറ്റ് 2021 സ്റ്റുഡൻസിനും ഈ വീഡിയോ കാണുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ട് വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ നീറ്റ് ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്നത് 45 ക്വസ്റ്റ്യനാണ്. 45 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം ഫിസിക്സ് ആണ് അറിയാം, മാത്സ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ് 2.5 മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. 150 ക്വസ്റ്റ്യനാണ് ടോട്ടൽ ഉള്ളത്, 150 മിനിറ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഫിസിക്സിന് 2 മിനിറ്റൊക്കെ എടുക്കുന്നത് അവിടെ ബയോളജിയിൽ നിന്ന് ടൈം കുറയാനിടയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്പീഡിൽ തന്നെ ചെയ്യുവാൻ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയാണ് നമ്മളിന്ന് ബേസിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ വീക്ക് ഫുള്ള് നമ്മൾ ബേസിക് ആയിരിക്കും പഠിക്കുന്നത്. അതിനുശേഷം ബേസിക് പഠിച്ചതിന് ശേഷം ബേസിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞായറാഴ്ച ദിവസം വീക്കെൻഡിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നടത്തുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളെല്ലാം നടത്തുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ട്രിഗണോമെട്രിയുടെ ബേസിക് കോൺസെപ്റ്റും ബേസിക് ഓൾജിബ്രയുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ബേസിക് കോൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് നോക്കാം. ബേസിക് കോൺസെപ്റ്റ് ഓഫ് ട്രിഗണോമെട്രിക് വാല്യൂസാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പം ജസ്റ്റ് ഒരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആംഗിൾ തീറ്റയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5, അഡ്ജസൻറ്റ് സൈഡ് 4 ആയിരിക്കുന്നു. അപ്പോൾ സൈൻ തീറ്റയുടെ ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5, അപ്പോൾ 3/5. സൈൻ തീറ്റ സീൽഡ് 3/5. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 4 വരുന്നു, ഹൈപ്പോട്ടന്യൂസ് 5 വരുന്നു. അപ്പോൾ കോസ് തീറ്റ വരുന്നത് 4/5. ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/4. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിക് വാല്യൂസ് നമുക്ക് നോക്കാം. സൈൻ 0 0, സൈൻ 30 ഹാഫ്, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. ഇത്രയും നോക്കുക. ഇനി ഇതിൻ്റെ തിരിച്ചെഴുതുന്നതാണ്. ഇപ്പം 0 തൊട്ട് 90 വരെ അങ്ങോട്ട് പോയി അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെഴുതുന്നതാണ് കോസിൻ്റെ വാല്യൂ. സൈൻ 90 വന്നത് 1, അത് നമ്മൾ കോസ് 0 ആയിട്ട് എഴുതുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം 0ൽ നിന്ന് 1 വരെ പോയി, ഇനി അത് നമ്മൾ തിരിച്ചെഴുതുന്നു. 1ൽ നിന്ന് 0 വരെ എഴുതുന്നതാണ് കോസിൻ്റെ വാല്യൂസ്. അപ്പോൾ കോസ് 0 വരുന്നത് 1 ആണ്, കോസ് 30 വരുന്നത് √3/2, കോസ് 45 1/√2, കോസ് 60 വരുന്നത് 1/2, കോസ് 90 0. ഇനി അടുത്ത ടാൻ നോക്കുന്നു. ടാൻ എന്ന് പറയുന്നത് 0/1 0. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഭാഗം സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. ടാൻ തീറ്റ വരുന്നത് 0, ടാൻ 30 വരുന്നത് 1/2 അപ്പം 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് 1/√3 വരുന്നു. അടുത്തത് ടാൻ 45 വരുന്നത് 1/√2 1 എന്ന് വരുന്നു. അപ്പോൾ ടാൻ 45 വരുന്നത് 1 ആണ്. ടാൻ 60 നമുക്ക് നോക്കാം, √3/2 1/2. അപ്പോൾ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് √3 എന്ന് വരുന്നു. ടാൻ 90 ഡിഗ്രി അൺഡിഫൈൻഡ് ആണ്, അത് നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ചിലർ പഠിച്ച് കാണാം, അറിയത്തില്ല. അതുകൂടെ നമുക്ക് നോക്കാം. 120 135 150 180 ഇതിൻ്റെ വാല്യൂസ് കൂടി നോക്കാം. ഇത് പഠിച്ചു വെച്ചാൽ വളരെയധികം എളുപ്പമായിരിക്കും. കാരണം ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി 90യുടെ അടുത്ത്, ഈ 90 ഡിഗ്രിയുടെ അടുത്ത് നമ്മളൊരു മിറർ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സൈഡിലോട്ട് 90 60 45 എന്നുള്ള എഴുതിയതെല്ലാം നമ്മൾ ഇവിടുന്ന് ഈ 1ന് അപ്പുറത്തോട്ട് നമ്മൾ തിരിച്ചെഴുതാൻ പോവാണ്. ഇപ്പം 0 1/2 1/√2 √3/2 1 വരെ എത്തി. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചെഴുതാൻ പോകുന്നു. അവിടെ ഇപ്പം 1 ഓൾറെഡി ഉണ്ട്. അപ്പം സൈൻ 60 അത് നമ്മൾ തിരിച്ചെഴുതുന്നു, √3/2 അതാണ് സൈൻ 120 ഡിഗ്രി. സൈൻ 45 1/√2 അതാണ് സൈൻ 135 ഡിഗ്രി, അതായത് 1/√2. സൈൻ 30 ഡിഗ്രി 1/2 അതാണ് സൈൻ 150 ഡിഗ്രി 1/2. സൈൻ 180 ആണ് 0 വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഓരോന്നും എഴുതുന്നു. കോസിൻ്റെ അവിടെ ഈ 90 ഡിഗ്രി വരുന്ന അത് 0 ആണ്. അവിടെ നമ്മൾ മിററുള്ളതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് ഇരുന്ന് എല്ലാം
ഇതേ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുന്നു, തിരിച്ചെഴുതുന്നു. 1/2 1/√2 √3/2 1 എന്ന് എഴുതുന്നു. ഇതേപോലെ തന്നെ ടാനും എഴുതുന്നു. അവിടെ അൺഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി ആണ്. അതിനപ്പുറത്തോട്ട് എഴുതുന്നു 1 1/√3 0 എന്ന് എഴുതുന്നു. പിന്നെ കോസിൻ്റെ വാല്യൂ, കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂ 90 കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് വാല്യൂസ് ഓഫ് ഗിവൻ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, 5 പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യത്തത് 1.33 × 12 എന്നാണ്. അപ്പം 1.33 എന്ന് പറയുമ്പോൾ 4/3 എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 4/3 ചെയ്യുമ്പോൾ നമുക്ക് 1.33 എന്ന് ഓൾമോസ്റ്റ് കിട്ടും. സോ അതുകൊണ്ട് 1.33 എന്ന് പറയുന്നത് 4/3 ആയിട്ട് നമുക്ക് എടുക്കാം. 4/3 × 12. അപ്പം 4 3 12. അപ്പോൾ 4 = 12 എന്ന് കിട്ടുന്നു. അടുത്തത് 16 × 0.25. 0.25 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/4 ആണ് വരുന്നത്. അപ്പോൾ 4 16 വെട്ടിപ്പോയിട്ട് 4 എന്ന് കിട്ടും. അപ്പോൾ 4 × 1 4 എന്ന ആൻസർ കിട്ടുന്നു. അടുത്തത് 30 × 0.67 = 30 × 0.67 എന്ന് പറയുന്നത് 2/3 എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എല്ലാം ബേസിക്കാണ്, അതാണ് ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പം 30 × 2/3 ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് ആൻസർ കിട്ടുന്നു. അടുത്തത് 18 × 0.33. അപ്പോൾ 0.33 എന്ന് പറയുമ്പോൾ 1/3 എന്നാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നീറ്റിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കറിയാമല്ലോ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 150 മിനിറ്റാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 150 ക്വസ്റ്റ്യന് 150 മിനിറ്റാണ് ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം 1 മിനിറ്റ്. ഫിസിക്സിനെ സംബന്ധിച്ചോളം 2 അല്ലെങ്കിൽ 2.5 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് ബയോളജിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ടൈം കുറയും. ബയോളജിയിലേക്ക് 30 സെക്കൻഡ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഫിസിക്സിൽ ടൈം അധികം എടുക്കുന്നതുകൊണ്ട് ബയോളജിയിൽ വരുമ്പോൾ 30 മിനിറ്റായിട്ട് 30 സെക്കൻഡായിട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ട്രിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തത് 0.75 × 16. അപ്പോൾ 0.75 എന്ന് പറയുന്നത് നമുക്കറിയാം 3/4 ആണ്. 3/4 × 60. 4 4s are 16, 3 4s are 12. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ചെറിയൊരു ഡിവിഷനോടെ നോക്കിക്കളയാം. 18/0.33. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 0.33 എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ ഈ 3 മേളിൽ പോകുമ്പോഴത്തേക്ക് താഴെ ഡിവൈഡ് ചെയ്തെങ്കിൽ മേളിൽ പോയി മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 80 × 3 = 54 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ആദ്യത്തെ പ്രോബ്ലം ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ബോളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അത് ഹൈറ്റ് എന്ന് പറയുന്നത് 122.5 മീറ്ററാണ്. അത് ഗ്രൗണ്ടിലോട്ട് വന്ന് വീഴുന്നു. അപ്പോൾ അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ √2h/g എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് √2 × h വരുമ്പം h ഹൈറ്റ് 122.5 /g. g 9.8 ആണ്. നമുക്കത് ഓൾമോസ്റ്റ് റൗണ്ട് ചെയ്ത് 10 എന്നെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നു. അപ്പോൾ 122.5 എന്ന് പറയുന്നത് 250 എന്ന് വരും. 250 അറിയാമല്ലോ എല്ലാവർക്കും. 122.5 × 2 50 എന്ന് വരും. അത് 10. അപ്പോൾ നമ്മൾ വെട്ടുന്നു. √25 എന്ന് വരുന്നു. √25 = 5 സെക്കൻഡ്. അപ്പോൾ ആ ബോൾ താഴെ വീഴാൻ വേണ്ടി അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കുന്നത് 5 സെക്കൻഡാണ്. അപ്പോൾ ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് 2.43 × 0.7. അപ്പോൾ നമുക്കിത് ഡിവിഷൻ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. 2.43 തെറ്റി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് വാല്യൂ ഓഫ് 2.43 × 0.7. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ 2.43 ×
0.7. അപ്പോൾ ഇത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. 7 3 21 സിസ്റ്റം 2 7 4 28 29 30 0 സിസ്റ്റം 3 7 2 14 14 3 17. അപ്പോൾ 0 പിന്നെ നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, 0 എല്ലാം ചെയ്താലും 0 തന്നെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ കിട്ടി. ഇനി നമുക്ക് പോയിൻ്റ് മാറ്റി കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ 1 2 3, അപ്പോൾ 3 പോയിൻ്റ് മാറ്റി കുത്തിയിടുമ്പം 1.701 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ 1.701 ആണ്. അപ്പോൾ ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് വാല്യൂസ് ഓഫ് ഗിവൻ ഡിവിഷൻ 1028/489. അപ്പോൾ നമുക്കത് നോക്കാം. 1028/489 അത് നമുക്ക് ജസ്റ്റ് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1000/500 എന്നെടുക്കാം. അപ്പോൾ 1028 എന്ന് പറയുന്നത് 1000 വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 489 500 വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് 500. അപ്പോൾ എങ്ങനെയായാലും സംഭവം മേലിൽ കൂടുതലും വരുന്നുണ്ട്, താഴെ കുറവുമാണ് വരുന്നത്. 1000-ക്കാളിൽ കൂടുതലാണ് മേലിൽ വരുന്നത്. 1028 താഴെ 500-നെക്കാട്ടിയും കുറവാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായാലും 2 വരില്ല. പിന്നെ 1.98 അത് ഏറെക്കുറെ അടുത്ത് നിൽക്കുമല്ലേ, അപ്പോൾ അത് വരത്തില്ല. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 500-നോട് വളരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം 2.46 വരില്ല. കാരണം താഴെ വളരെ നല്ല രീതിയിൽ കുറഞ്ഞാൽ മാത്രമേ ആ 2.46 വരത്തുള്ളൂ. അപ്പോൾ 2.46ഉം വരത്തില്ല. അപ്പോൾ നമുക്ക് പറയാം 2.10 അതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലോജിക്കുകളൊക്കെ വെച്ച് വേണം നമ്മൾ ഫിസിക്സ് നീറ്റിന് വളരെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ലോജിക്കുകൾ യൂസ് ചെയ്യുക. ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗിളാണ്. ആംഗിളിൽ ആൾജിബ്രായിക് ഫംഗ്ഷനും ഉണ്ട്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഉണ്ട്. ആൾജിബ്രായിക് ഫംഗ്ഷനിൽ തീറ്റ =ആർക്ക്/റേഡിയസ്. തീറ്റ കണ്ടുപിടിക്കാൻ ആർക്ക്/റേഡിയസ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. ഓക്കെ, ഇവിടെ തീറ്റ, ഇവിടെ r, ഇവിടെ തീറ്റ. ഈ ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, AB എന്ന് പറയുന്ന ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ r റേഡിയസ് ഇൻറ്റു തീറ്റ. ഓക്കെ, അപ്പം r r θ. അപ്പോൾ അത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നോക്കാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പം പൈതഗോറസ് ലോ അറിയാമല്ലോ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പം സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ്, ബേസ് അഥവാ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. പിന്നെ കൊസീക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. അതെന്ന് പറയുന്നത് 1/sin തീറ്റയാണ് കൊസീക് തീറ്റ. അടുത്തത് സീക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. അതെന്ന് പറയുന്നത് 1/cos തീറ്റയാണ് സീക് തീറ്റ. പിന്നെ കോട്ട് തീറ്റ എന്ന് പറയുന്നതാണ് 1/tan തീറ്റ. അപ്പോൾ ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ എന്ന് പറയുന്നത്
അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കൊസീക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ്. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റയാണ് കൊസീക് തീറ്റ, 1/cos തീറ്റയാണ് സീക് തീറ്റ, 1/tan തീറ്റയാണ് കോട്ട് തീറ്റ. അപ്പം ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. ആംഗിളുമായിട്ട് സംബന്ധിച്ച് രണ്ടെണ്ണമാണുള്ളത്. ഓൾജിബ്രായിക് ഫംഗ്ഷനിലും ഉണ്ട്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു 1/sin തീറ്റ = കൊസീക് തീറ്റ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് തിരിച്ചിടുവാണെങ്കിൽ sin തീറ്റ = 1/cosec തീറ്റ. ഓക്കെ, അതെന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ sin തീറ്റ × cosec തീറ്റ = 1. sin തീറ്റ × cosec തീറ്റ = 1. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 1/cos തീറ്റ = sec തീറ്റ. അപ്പോൾ നമ്മൾ cos തീറ്റ × sec തീറ്റ = 1. ഇവിടെ cot തീറ്റ = 1/tan തീറ്റ. അപ്പം cot തീറ്റ × tan തീറ്റ = 1. അപ്പോൾ ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. പിന്നെ sin തീറ്റ, cos തീറ്റ ആൻഡ് tan തീറ്റ ഇവയ്ക്കെല്ലാം യൂണിറ്റ് ഉണ്ട്. പക്ഷേ ഇവയെല്ലാം ഡൈമെൻഷൻലെസ് ആണ്, ഇവർക്ക് ഡൈമെൻഷൻ ഇല്ല. തീറ്റ = ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് നമ്മൾ മീറ്ററിലാണ് പറയുന്നത്, റേഡിയസ് നമ്മൾ മീറ്ററിലാണ് പറയുന്നത്. അപ്പോൾ ഇവയ്ക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ തീറ്റയ്ക്ക് ഹാവ് യൂണിറ്റ് ബട്ട് ഡസ് നോട്ട് ഹാവ് ഡൈമെൻഷൻ. തീറ്റയ്ക്ക് യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡൈമെൻഷൻ ഇല്ല. തീറ്റ എന്ന് പറയുന്നത് തന്നെ സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. SI യൂണിറ്റിൽ നമ്മൾ തീറ്റ ഉൾപ്പെടുത്താറില്ല. തീറ്റ ഒരു സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. സോ അതുകൊണ്ട് sin തീറ്റ, cos തീറ്റ, tan തീറ്റ ഇവയ്ക്കെല്ലാം യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഇവയ്ക്കൊന്നും ഡൈമെൻഷൻ ഇല്ല. ഓക്കെ, തീറ്റയ്ക്ക് യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡൈമെൻഷൻ ഇല്ല. അതുകൊണ്ട് തീറ്റയെ നമ്മൾ സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോവാണ്. ആംഗിൾ തീറ്റ = ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഇത് തീറ്റ, ഇത് വന്നിട്ട് അടുത്ത ആംഗിൾ നമ്മൾ ആൽഫ എന്ന് പറയുന്നു. ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പം തീറ്റ കുറയുന്നതനുസരിച്ച് റേഡിയസ് കൂടുന്നു. ഇവിടെ ആൽഫ അത് കൂടി, ആംഗിൾ കൂടി, അപ്പോൾ റേഡിയസ് കുറഞ്ഞു. പക്ഷേ ആർക്ക് ലെങ്ത്ത് സെയിം തന്നെയാണ്, അത് സെയിം ആണ്. തീറ്റ കുറഞ്ഞപ്പോൾ റേഡിയസ് കൂടി, തീറ്റ കൂടിയപ്പോൾ റേഡിയസ് കുറഞ്ഞു. അപ്പം ഇത് രണ്ടും, റേഡിയസ് കൂടിയാൽ തീറ്റ കുറയും, തീറ്റ കുറഞ്ഞാൽ റേഡിയസ് കൂടും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. റേഡിയസ് കൂടിയാൽ തീറ്റ കുറയും, റേഡിയസ് കുറഞ്ഞാൽ തീറ്റ കൂടും. അപ്പോൾ ആർക്കിൽ റേഡിയസും തീറ്റയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം യൂണിറ്റ് ഓഫ് ആംഗിൾ. ആംഗിളിൻ്റെ യൂണിറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആംഗിളിൻ്റെ SI യൂണിറ്റാണ് റേഡിയൻ. ഡിഗ്രി എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഉള്ള യൂണിറ്റാണ്, പ്രാക്ടിക്കൽ യൂണിറ്റാണ് ഡിഗ്രി. പിന്നെ മിനിറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് സ്മോൾ ആംഗിളുകൾ കാണാൻ വേണ്ടി കാണാൻ ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് മിനിറ്റ് ബൈ സെക്കൻഡ്. റേഡിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2π റേഡിയൻ = 360 ഡിഗ്രി. 2π റേഡിയൻ ആണ് 360 ഡിഗ്രി. ഓക്കെ, പൈ റേഡിയൻ ആണ് 360/2 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 1 റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ബൈ പൈ, ഓർ 1 ഡിഗ്രി = പൈ റേഡിയൻ ബൈ 180. ഓക്കെ അല്ലേ ഇത്? അപ്പോൾ ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. 2π റേഡിയൻ എന്ന് പറയുന്നതാണ്
360. അപ്പോൾ പൈ റേഡിയൻ എന്ന് പറയുന്നത് 360/2 180 ഡിഗ്രി. 1 റേഡിയൻ എന്ന് പറയുന്നത് 180/π ഓർ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ ബൈ 180. അപ്പോൾ ഇത്രയൊക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് മിനിറ്റ് ബൈ സെക്കൻഡ് കാണുന്നത്. അപ്പോൾ അതോടെ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ബൈ 60 ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ബൈ 60 ആണ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ബൈ 60 × 60 ആണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം യൂണിറ്റ് ഓഫ് ആംഗിൾ ഓക്കെ അല്ലോ. SI യൂണിറ്റാണ് റേഡിയൻ. ഡിഗ്രി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ യൂണിറ്റാണ്. മിനിറ്റ് ബൈ സെക്കൻഡ് സ്മോൾ ആംഗിളുകൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 2π റേഡിയൻ ആണ് 360, പൈ റേഡിയൻ ആണ് 180 ഡിഗ്രി. അത് 1 റേഡിയൻ എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി ബൈ പൈ ഓർ 1 ഡിഗ്രി എന്ന് പറയുന്നതാണ് പൈ റേഡിയൻ ബൈ 180 ഡിഗ്രി. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ബൈ 60 ആണ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ബൈ 60 × 60 ആണ്. അപ്പോൾ ഇത്രയൊക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തത് നോക്കാം. π/2 റേഡിയൻ. പൈ എന്ന് പറയുന്നത് 180 ആണ്. അപ്പം π/2 180/2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. പിന്നെ അടുത്തത് π/4. π/4 എന്ന് പറയുന്നത് 180/4. 180/4 എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അടുത്തത് π/3 180/3. 180/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 5π/3 5 × 180/6. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ 6 3 18. അപ്പം 30 15 150 ഡിഗ്രി. അപ്പം 150 ഡിഗ്രി കിട്ടുന്നു. അടുത്തത് 2π/3 റേഡിയൻ. 2π/3 2 × 180/3. 180/3 എന്ന് പറയുന്നത് 60 ആണ്. അപ്പം 2 × 60 എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അടുത്തത് 4π/3. 4π/3 എന്ന് പറയുന്നത് 4 × 180/3. അപ്പോൾ 4/60. അപ്പോൾ 24 240 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ റേഡിയനെ ഡിഗ്രി ആക്കാൻ വേണ്ടി നോക്കി. അടുത്തത് നമുക്ക് നോക്കാം ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ വേണ്ടി നോക്കാം. ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ ബൈ 180 എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 30 ഡിഗ്രിയുടെ നോക്കാം. 30 × പൈ റേഡിയൻ ബൈ 180. അപ്പോൾ 180 കൊണ്ട് വെട്ടുന്നു, 30 വെട്ടുന്നു, 6 വരുന്നു. ഓക്കെ, അപ്പം π/6 റേഡിയൻ. ഓക്കെ, അപ്പോൾ അടുത്ത 60 നോക്കുന്നു. 60 × പൈ റേഡിയൻ ബൈ 180. 30. അപ്പം 60 എന്ന് പറയുന്നത് π/3 റേഡിയനാണ്. ഓക്കെ, അടുത്ത നമ്മൾ 90 നോക്കുന്നു. 90 × പൈ റേഡിയൻ ബൈ 180. ഇത് നമുക്കറിയാം π/2 റേഡിയൻ നമ്മൾ നേരത്തെ നോക്കി വെച്ച് നമുക്ക് അറിയാം. അടുത്തത് 120 × പൈ റേഡിയൻ ബൈ 180 എന്ന് പറയുന്നത് 2π/3 റേഡിയനാണ്. ഓക്കെ, അടുത്ത 45 നോക്കുന്നു. 45 × പൈ റേഡിയൻ ബൈ 180. 45 എന്ന് പറയുന്നത് π/4 റേഡിയനാണ്. അടുത്ത നോക്കുന്നു 150 × പൈ റേഡിയൻ ബൈ 180. അപ്പോൾ അവിടെ വരുന്നത് അപ്പോൾ 3 വെച്ച് വെട്ടുന്നു. 5 6 3 18. അപ്പം 5π/6 റേഡിയൻ എന്ന് നമ്മൾ എഴുതുന്നു. അടുത്ത 180 ഡിഗ്രി 180 × പൈ റേഡിയൻ ബൈ 180 എന്ന് പറയുന്നത് പൈ റേഡിയനാണ്. ഓക്കെ, ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്ര
ഓക്കെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ച് വീണ്ടും നിങ്ങൾ താനെ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് y is equal to sin theta by theta, then find value of y if theta is equal to 30 degree. ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ y is equal to sin theta by theta. ഇതെന്ന് പറയുന്നത് sin theta by theta എന്ന് പറയുന്നത് ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്. ഈ തീറ്റ എന്ന് പറയുന്നത് അത് തിരിഞ്ഞുപോയി, സോറി. സൈൻ തീറ്റ എന്ന് പറയുന്നത് ക്ഷമിക്കുക. സൈൻ തീറ്റ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ആണ്. തീറ്റ എന്ന് പറയുന്നത് ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്. ഓക്കെ, തീറ്റ ഓൾജിബ്രായിക് ഫംഗ്ഷനും സൈൻ തീറ്റ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും. അപ്പോൾ നമ്മൾ അങ്ങനെ വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പം y is equal to തീറ്റ 30 ഡിഗ്രിയാണ്. തീറ്റ അപ്പം സൈൻ 30 ഡിഗ്രി ബൈ ഇവിടെ തീറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പം 30 ഡിഗ്രി ഇൻറ്റു പൈ റേഡിയൻ ബൈ 180. അപ്പം 180 കൊണ്ട് നമ്മൾ വെട്ടുന്നു 6 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നു y is equal to sin 30 ഹാഫാണ്. അത് നമ്മൾ നേരത്തെ നോക്കിയല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലായി sin 30 ഹാഫാണ്. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് π/6 എന്ന് കിട്ടുന്നു. അപ്പോൾ is equal to ഈ 6 മേളിൽ പോകുമ്പോഴത്തേക്ക് 6/2 3 എന്ന് വരുന്നു. അപ്പോൾ 3/π. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ y is equal to sin theta by theta. വൈയിൽ sin theta എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. തീറ്റ എന്ന് പറയുന്നത് ഓൾജിബ്രായിക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ sin 30യുടെ വാല്യൂ ഹാഫാണ്. താഴെ തീറ്റ 30 ഡിഗ്രിയാണ്. അത് നമുക്ക് റേഡിയനിലോട്ടാക്കണം. 30 ഡിഗ്രി റേഡിയനിലോട്ടാക്കാൻ 30 ഇൻറ്റു പൈ റേഡിയൻ ബൈ 180. അത് ചെയ്യുമ്പോൾ നമുക്ക് π/6 എന്ന് കിട്ടുന്നു. അപ്പോൾ y is equal to 1/2 ബൈ π/6 എന്ന് കിട്ടുന്നു. ഈ 6 മേളിൽ പോകുമ്പോഴത്തേക്ക് 6/2 3 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് 3/π എന്ന് കിട്ടുന്നു. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അതുകൊണ്ട് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 6 വരുന്നത്, അഡ്ജസൻറ്റ് സൈഡും 6 വരുന്നത്, ഓപ്പോസിറ്റ് r തീറ്റ വരുന്നു. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ നോക്കുന്നു. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് r തീറ്റ ബൈ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് r തീറ്റ ബൈ r ഓറും വിട്ടിപ്പോയി ഇസിക്കൽ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ സൈൻ തീറ്റ ഇസിക്കൽ ടു തീറ്റ. അപ്പോൾ അവിടെ നമ്മൾ കോസ് തീറ്റ നോക്കുന്നു. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അവിടെ അഡ്ജസൻറ്റ് 6 ആണ്, ഹൈപ്പോട്ടന്യൂസും 6 ആണ്. 6/6 ഇസിക്കൽ ടു 1 എന്ന് പറയുന്നു. അടുത്ത നമ്മൾ ടാൻ തീറ്റ നോക്കുന്നു. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ വരുന്നത് തീറ്റയാണ്, കോസ് തീറ്റ വരുന്നത് 1 ആണ്. അപ്പോൾ ഇത്ര നോക്കുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ബൈ 1 എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ തീറ്റ ഇസിക്കൽ ടു സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ വളരെ ചെറിയ സ്മോൾ ആംഗിൾ കാണുമ്പോൾ നമുക്ക് ടാൻ തീറ്റ ഇസിക്കൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കാണുകയാണെങ്കിൽ h² ഇസിക്കൽ ടു p² പ്ലസ് b² കാണപ്പെടുമ്പോൾ p എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, b വളരെ വലുതുമാണ്. അപ്പോൾ h ഇസിക്കൽ ടു √b² എന്ന് വരുന്നു, ഇസിക്കൽ ടു b എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോവാണ്. അടുത്തത് വളരെ ചെറിയ ആംഗിളാണ്. സൈൻ 2 തീറ്റ, ടാൻ 3 തീറ്റ, കോസ് 3 തീറ്റ. അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ നമ്മൾ നോക്കിയതനുസരിച്ച് സൈൻ തീറ്റ ഇസിക്കൽ ടു ടാൻ തീറ്റ ഇസിക്കൽ ടു തീറ്റ. അവിടെ സൈൻ തീറ്റയും ടാൻ തീറ്റയും സെയിം ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ സൈൻ 2 തീറ്റ കണ്ടുപിടിക്കുന്നത് 2 ഡിഗ്രി ഇൻറ്റു പൈ റേഡിയൻ ബൈ 180. അപ്പോൾ 2/180 എന്ന് പറയുമ്പോൾ 90 കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് പൈ റേഡിയൻ ബൈ 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ടാൻ നോക്കുന്നു. ടാൻ 3 ഡിഗ്രി ഇൻറ്റു
പൈ റേഡിയൻ ബൈ 180. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 3 കൊണ്ട് 180 വെട്ടുമ്പോൾ 16 കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പൈ റേഡിയൻ ബൈ 60 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അടുത്ത നമ്മൾ കോസ് 3 ഡിഗ്രി നോക്കുന്നു. കോസ് 3 ഡിഗ്രി 1 ആണ്. അത് നമ്മൾ ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കോസ് 2 ഡിഗ്രി വന്നാലും കോസ് 0 ഡിഗ്രി വന്നാലും കോസ് 1 ഡിഗ്രി വന്നാലും എല്ലാം 1 ആയിരിക്കും ആൻസർ വരുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കോസ് 2 ഡിഗ്രി വന്നാലും കോസ് 0 ഡിഗ്രി വന്നാലും കോസ് 1 ഡിഗ്രി വന്നാലും അതിൻ്റെ ആൻസർ വന്നിട്ട് വരുന്നത് 1 ഡിഗ്രി ആയിരിക്കും. ഇത് 1 ആയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ. ഇത് മറ്റേ പൈതഗോറസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എല്ലാത്തിനും നമ്മൾ പി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ പി സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ ബൈ പി സ്ക്വയർ. അപ്പോൾ പി സ്ക്വയർ പോയി, അത് 1 എന്ന് വരുന്നു. പി സ്ക്വയർ ബൈ പി സ്ക്വയർ 1 എന്ന് വരുന്നു. ഇവിടെ ബി ബൈ പി അത് നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റ എന്നാണ് കിട്ടുന്നത്. കോട്ട് സ്ക്വയർ തീറ്റ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ ഓപ്പോസിറ്റ്, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്, അത് നമുക്ക് കൊസീക് തീറ്റ എന്ന് കിട്ടുന്നു. കൊസീക് സ്ക്വയർ തീറ്റ. ഇവിടെ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് കൊസീക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് വരുന്നു. ഇപ്പോൾ നമുക്കിത് കിട്ടിയല്ലോ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ചെയ്ത പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ, ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ബോത്ത് സൈഡ്, എല്ലാ സൈഡിലും നമ്മൾ എച്ച് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ. പി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റ ആണ്, ഇവിടെ സ്ക്വയർ ഉള്ളത്. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഇസിക്കൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 1 എന്ന് വരുന്നു. ഇത് നമ്മൾ ഓക്കെ 1 എന്ന് വരുന്നു. അടുത്ത നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഇസിക്കൽ ടു റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ അല്ലാതെ നമ്മൾ ആദ്യം പി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എല്ലാത്തിനെയും. അപ്പോൾ അവിടെ നമുക്ക് പി സ്ക്വയർ ബൈ പോയിട്ട് 1 എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് നമുക്ക് ടാൻ തീറ്റയാണ്, അതിൻ്റെ ഇത് കോട്ട് തീറ്റ എന്ന് കിട്ടുന്നു. സ്ക്വയർ ഉള്ളതുകൊണ്ട് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ ഓപ്പോസിറ്റ് വരുന്നത് കൊസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു കൊസീക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയറിന് നമ്മൾ എച്ച് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സ്ക്വയർ ബൈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരുന്നു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 1 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. അതിൽ നമുക്ക് സൈൻ തീറ്റ എഴുതാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഇവിടുന്ന് അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവും. അപ്പോൾ റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ കുറച്ച് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, ടാൻ എ പ്ലസ് ബി. ഓക്കെ, ഇത്ര നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, സൈൻ എ പ്ലസ് ബി. ഓക്കെ, സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ്, ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെയും പ്ലസ് തന്നെ ആയിരിക്കും, പ്ലസ്
സൈൻ ബി ഇൻറ്റു കോസ് എ. കണ്ടോ, സൈൻ എ പ്ലസ് ബി ഇസിക്കൽ ടു സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ ബി ഇൻറ്റു കോസ് എ. ഇനി ഇവിടെ പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് വരുവാണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ ബി ഇൻറ്റു കോസ് എന്ന് എഴുതാം. അടുത്ത നമ്മൾ കോസ് എ പ്ലസ് ബി നോക്കുവാണ്. കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ ഇൻറ്റു കോസ് ബി, ഇവിടെ പ്ലസ് വരുവാണെങ്കിൽ ഇവിടെ വരുന്നത് മൈനസ് ആയിരിക്കും, പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. ഓക്കെ, കോസ് എ പ്ലസ് ബി വരുന്നത് കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് പ്ലസ് വരികയാണെങ്കിൽ മൈനസ് ആയിരിക്കും, പ്ലസ് മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അടുത്തത് കോസ് എ മൈനസ് ബി ആണ് നമ്മൾ നോക്കുന്നത്. കോസ് എ മൈനസ് ബി വരുമ്പോൾ ഇവിടെ സിമ്പിൾ മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ് വരും. ഓക്കെ, അപ്പോൾ കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പോൾ ഇത്രയൊക്കെ എന്ന് ചോദിക്കുന്നത്. അടുത്ത് നമുക്ക് ടാൻ എ പ്ലസ് ബി നോക്കാം. ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. അപ്പോൾ ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പഠിച്ചു വയ്ക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിപ്പം ജസ്റ്റ് ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്തും ഇത് മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നായി. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോവാണ്. ഇഫ് എ ഇസ് ഈക്വൽ ടു ബി ദെൻ സൈൻ എ പ്ലസ് എ, സൈൻ എ പ്ലസ് എ ഇതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൈൻ എ പ്ലസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് സൈൻ ബി കോസ് എ. ഓക്കെ, ഇവിടെ നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു തീറ്റ, തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ എ പ്ലസ് എ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എ പ്ലസ് എ എന്ന് പറയുന്നത് 2 തീറ്റ ആകുന്നു. അപ്പോൾ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. സൈൻ 120 ഡിഗ്രി നമ്മൾ നോക്കുവാണ്. സൈൻ 120 ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ വെച്ച് √3/2 ആണ്. അത് നമുക്ക് ജസ്റ്റ് നോക്കിക്കളയാം. സൈൻ അതിനെ നമ്മൾ സൈൻ 60 × 2 എന്ന് എഴുതുന്നു. സൈൻ 60 × 2. അപ്പോൾ 2 സൈൻ 60 × കോസ് 60 ഈസ് ഈക്വൽ ടു 2 × √3/2 × 1/2. ഈ 2 ദാണ്ട് ഇവിടുത്തെ 2 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. പിന്നെ കോസ് 60 എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പോൾ ഈ 2 വെട്ടിപ്പോയി അവസാനം വരുന്നത് √3/2. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് കോസ് എ പ്ലസ് ബി എടുക്കുന്നു. കോസ് എ പ്ലസ് ബി, അവിടെ നമുക്ക് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഓക്കെ, ഇവിടെ നമ്മൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു തീറ്റ എന്ന് എടുക്കുന്നു. അപ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് 2 തീറ്റ ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ കോസ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്കിതിൽ നിന്ന് സൈൻ 2 തീറ്റ എഴുതാം. സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇതിൽ നിന്നല്ല നമ്മൾ ഇത് എഴുതിയത്. കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടുന്ന് മുകളിലത്തെ നമ്മൾ പറഞ്ഞു സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75. സൈൻ 75ൻ്റെ വാല്യൂ കാണാനാണ്. അപ്പോൾ സൈൻ 75ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ 75 അതിനെ നമ്മൾ
സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്നെടുക്കുന്നു. 45 ഡിഗ്രി 45 പ്ലസ് 30 75 അപ്പോൾ സൈൻ 45 കോസ് 30 മൈനസ് മൈനസ് അല്ലല്ലോ, പ്ലസ് അല്ലേ വരുന്നത്, പ്ലസ് സൈൻ 30 കോസ് 45. ഓക്കെ, അപ്പോൾ സൈൻ 45 വരുന്നത് 1/√2 ആണ്. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. ഇവിടെ പ്ലസ് ആണ് വരുന്നത്. സൈൻ 30 1/2 ഇൻറ്റു കോസ് 45 1/√2. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് √3 + 1/2√2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചാർജ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചാർജാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഓൾ പോസിറ്റീവ്, ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സൈനും കോസും എല്ലാം ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ സൈൻ ആയിരിക്കും പോസിറ്റീവ് ആയിട്ടിരുന്നത്. സൈനും സൈൻ ആയിരിക്കും പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത്. സൈൻ പോസിറ്റീവ്. ഇവിടെ ടാൻ പോസിറ്റീവ് വരും. ഇവിടെ കോസ് പോസിറ്റീവ് വരും. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാം. ആഡ് ഷുഗർ ടു കോഫി എന്ന് പഠിച്ചു വെച്ചിരുന്നത്. ആഡ് ഷുഗർ ടു കോഫി എന്ന് പഠിച്ചു വെച്ചിരുന്ന ഇവിടെ ഓൾ പോസിറ്റീവ് ഓൾ പോസിറ്റീവ്, ഇവിടെ എസ് സൈൻ പോസിറ്റീവ്, ഇവിടെ ടാൻ പോസിറ്റീവ്, ഇവിടെ കോസ് പോസിറ്റീവ്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ച് നമ്മൾ സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ, സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ, സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുന്നത് വരുന്നത് ആദ്യത്തെ ഇതിനകത്തായിരിക്കും വരുന്നത്. 90 ഡിഗ്രി മൈനസ് തീറ്റ, അപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പം സൈൻ്റെ കോൺഫങ്ഷൻ കോസാണ്, അപ്പം പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് കോസ് 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ, അപ്പോൾ ഇവിടെ വരുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, കോസിൻ്റെ കോൺഫങ്ഷൻ സൈന്. ഇനി അടുത്തത് സൈൻ 90 പ്ലസ് തീറ്റ, 90 പ്ലസ് തീറ്റ, 90 പ്ലസ് ആവും, അപ്പോൾ ഇപ്പുറത്തോട്ട് വരും. ഓക്കെ, പ്ലസ് ആകുമ്പോൾ ഇവിടോട്ട് വരും. അപ്പോൾ ഇവിടെ വരുമ്പം സൈൻ ആയിരിക്കും പോസിറ്റീവ് വരുന്നത്. സൈൻ്റെ കോഫങ്ഷൻ, അപ്പോൾ ഇവിടെ സൈൻ 90 പ്ലസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ സൈൻ്റെ കോഫങ്ഷൻ കോസ് തീറ്റ പോസിറ്റീവായിട്ട് വരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് കോസ് 90 പ്ലസ് തീറ്റ. കോസ് ഇവിടെ സൈനാണ് പോസിറ്റീവായിട്ട് വരുന്നത്, കോസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. കോസ് 90 പ്ലസ് തീറ്റ, അപ്പോൾ ഇവിടെ കോസ് വരത്തില്ല, കോസ് നെഗറ്റീവ് ആണല്ലോ. അപ്പം അവിടെ വരുന്നത് നെഗറ്റീവ് സൈൻ തീറ്റ എന്നാണ് വരുന്നത്. ഇനി അടുത്തത് സൈൻ 180 ഡിഗ്രി മൈനസ് തീറ്റ, സൈൻ 180 ഡിഗ്രി മൈനസ് തീറ്റ. 180 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുമ്പം ഇവിടെ ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇത് കണ്ടോ, 180 മൈനസ് തീറ്റ, അപ്പം ഇങ്ങോട്ടായിരിക്കും വരുന്നത്. 180ൽ കുറവാണ്, അപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ സൈൻ 180 ഡിഗ്രി. ഇത് നിങ്ങളെ ട്രിക്കാണ്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇപ്പം 180 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളെ ഇതാക്കാൻ വേണ്ടി, കുരുക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിക്കരുത് ഈ ക്വാഡ്രൻ്റ് നോക്കും. പക്ഷേ ഇതാണ് നോക്കേണ്ടത്. 180 ഡിഗ്രി മൈനസ് തീറ്റയാണ്. 180 കുറവായിട്ടാണ് വരുന്നത്. അപ്പം ഈ ക്വാഡ്രൻ്റാണ് നോക്കുന്നത്. ഇവിടെ സൈൻ്റെ എല്ലാം ഇതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്ലസ് സൈൻ തീറ്റ എന്ന് വരുന്നു. ഓക്കെ, അടുത്തത് കോസ് നോക്കുന്നു. കോസ് 180 ഡിഗ്രി മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി മൈനസ് തീറ്റ, ഇവിടെ കോസ് വരുമ്പോൾ ഇവിടെ സൈനല്ലേ പോസിറ്റീവ് വരുന്നത്, കോസ് വരത്തില്ല. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കോസ് തീറ്റ. അപ്പം ഇത്ര നിങ്ങൾക്ക് ഓക്കെ അല്ലേ? പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സൈൻ 270 ഡിഗ്രി മൈനസ് തീറ്റ, 270 ഡിഗ്രി. അപ്പം 270 ഇവിടെ വരുന്നു. 270 മൈനസ് തീറ്റ ആകുമ്പോൾ ഇവിടെ വരും, ഈ ക്വാഡ്രൻ്റ് വരും. ഇവിടെ ടാനാണ് പോസിറ്റീവ് വരുന്നത്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് കോസ് തീറ്റ. ഓക്കെ, നെഗറ്റീവ് കോസ് തീറ്റ. ഓക്കെ, അടുത്തത്
സൈൻ 360 മൈനസ് തീറ്റ നോക്കുന്നു. സൈൻ 360 മൈനസ് തീറ്റ, 360 മൈനസ് തീറ്റ ഈ കോട്ടിലായിട്ട് വരുന്നത്. അപ്പോൾ സൈൻ ഇവിടെ നെഗറ്റീവ്, കോസാണല്ലോ പോസിറ്റീവ്, അപ്പോൾ ഇവിടെ ഇസിക്കൽ ടു മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇവിടെ നമ്മൾ കോസ് പ്ലസ് നോക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ സൈൻ 180 പ്ലസ് തീറ്റ, സൈൻ 180ൽ പ്ലസ് തീറ്റ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ക്വാഡ്രൻറ്റിൽ മൈനസ് ആയിരിക്കും, സൈൻ മൈനസ് ആയിരിക്കും, മൈനസ് സൈൻ തീറ്റ. ഓക്കെ, അടുത്ത കോസ് വരുമ്പോഴത്തേക്ക് കോസ് 180 ഡിഗ്രി പ്ലസ് തീറ്റ വരുമ്പം ഇവിടെ കോസ് എല്ലാം നെഗറ്റീവ് ആണല്ലോ, ടാൻ മാത്രമല്ലേ ഉള്ളൂ പോസിറ്റീവ് വരുന്നത്, അപ്പോൾ ഇവിടെ കോസ് തീറ്റ. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് കോസ് 360 മൈനസ് തീറ്റ കൂടെ നോക്കിക്കളയാം. കോസ് 360 മൈനസ് തീറ്റ ഇവിടെ വരുന്ന എല്ലാം പോസിറ്റീവാണ്, 360ൽ കുറവാണ്, 360 കുറവായി വരുമ്പോൾ ഇവിടോട്ട് വരും. അപ്പോൾ ഇവിടെ വരുന്നത് പ്ലസ് കോസ് തീറ്റ എന്ന് ഇവിടെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് വാല്യൂസ്, ഫൈൻ വാല്യൂസ് ഓഫ് നോക്കിയിട്ടൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സൈൻ മൈനസ് 30 ഡിഗ്രി, സൈൻ മൈനസ് 30 ഡിഗ്രി നമ്മൾ നോക്കുകയാണ്. അപ്പം സൈൻ മൈനസ് തീറ്റ ഇസിക്കൽ ടു മൈനസ് സൈൻ തീറ്റ. അപ്പം സൈൻ മൈനസ് 30 ഡിഗ്രി ഇസിക്കൽ ടു മൈനസ് സൈൻ 30. മൈനസ് സൈൻ 30 എന്ന് സൈൻ 30 ഇരുന്നത് ഹാഫാണ്, മൈനസ് ഹാഫ് എന്ന് വരുന്നു. അടുത്തത് നമുക്ക് നോക്കാം, കോസ് മൈനസ് 60 ഡിഗ്രി നോക്കുന്നു. കോസ് മൈനസ് 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ കോസ് മൈനസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 60 തന്നെയാണ്, അവിടെ പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ സൈനിൻ്റെ കോഫങ്ഷൻ കോസ് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ കോസ് 60 നിന്ന് ഹാഫാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം, സൈൻ 120 ഡിഗ്രി. സൈൻ 120 ഡിഗ്രി എന്ന് പറയുമ്പം 180 മൈനസ് തീറ്റയാണ് വരുന്നത്. 180 മൈനസ് തീറ്റ ആകുമ്പം രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ് വരുന്നത്. 120 എന്ന് വരുന്നത് രണ്ടാമത്തെ ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്, 180 മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എഴുതുന്നു സൈൻ 90 പ്ലസ് 30 എന്നെഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പ്ലസ് കോസ് 30 എന്നെഴുതുന്നു, പ്ലസ് കോസ് 30. ഓക്കെ, 90 പ്ലസ് തീറ്റ ആയിട്ട് എഴുതാം, 180 മൈനസ് തീറ്റ ആയിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് കോസ്, അതിൻ്റെ ആൻസർ വരുന്നത് പ്ലസ് കോസ് 30 എന്നാണ് വരുന്നത്. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ നമുക്ക് ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം, ഫോർത്ത് സൈൻ സൈൻ 390 ആണ് നോക്കാൻ പോകുന്നത്, 390 ഡിഗ്രി. അപ്പോൾ 390 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 360 പ്ലസ് 30 ആണ്. അപ്പോൾ ആദ്യത്തെ ക്വാഡ്രന്റിലോട്ട് വരും. അപ്പോൾ അവിടെ സൈൻ 30 എന്ന് പറയുന്നത് ഹാഫാണ്, ആദ്യത്തെ ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഓക്കെ, അത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോക്കാം, സൈൻ 20π/3. സൈൻ 20π/3 എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് സൈൻ 21π മൈനസ് π/3 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ 3 എല്ലാത്തിനും കോമൺ ആയിട്ടാണ് വരുന്നത്, 21നും ബാധകമാണ്. അപ്പോൾ സൈൻ 7π മൈനസ് π/3 എന്ന് എഴുതൂ. അപ്പോൾ 7π/3 എന്ന് പറയുമ്പോൾ പൈ എന്ന് പറയുമ്പം 180 ആണ്, 180. ഇപ്പം ഇതെടുക്കുന്നു. അപ്പം 1 വന്നപ്പോൾ ഇവിടെ 180 വന്നപ്പം ഒരു തീറ്റ, ഒരു പൈ. അപ്പം 1 2 3 4 5 6 7 7ആയപ്പോൾ 180യുടെ ഇവിടെ വന്നിരുന്നേ. ഇവിടെ സൈൻ്റെ എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പം പോസിറ്റീവാണ്, അപ്പം പോസിറ്റീവ് സൈൻ π/3 എന്ന് വരുന്നു. അപ്പോൾ സൈൻ π/3 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ ഇവിടെ ഇതുവരെ പഠിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട്
മനസ്സിലായവർ വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. തുടർന്നുള്ള DPBs എല്ലാം നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ അമിഗോ ഷോർട്സിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയം നമുക്ക് കാണാം. ഓക്കെ, ബൈ.